ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സാറ്റർഡേ ഞങ്ങൾ എല്ലാവരും ഞാനും ഇപ്പോൾ ജോലി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ബാക്കി ഇവരെല്ലാം നേരത്തെ അത്യാവശ്യം ലിജിമോള്, അഭിരാമി, സ്മിത, രഞ്ജു ഇവരെല്ലാം നേരത്തെ കൂട്ടി. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഞങ്ങൾ നമ്മുടെ കടവിൽ താഴെ നമുക്ക് ഒരു കൊഞ്ചിക്കടവ് എന്നറിയപ്പെടുന്നത്, അതായത് നമ്മുടെ എൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു നേരെ താഴെ കാണുന്നതാണ് കൊഞ്ചിക്കടവ്. അപ്പോൾ ആ കടവിൽ വെച്ച് നമ്മളൊരു ഗ്രില്ലിൻ്റെ പരിപാടിയെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ അവരെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മിക്സ് ചെയ്ത് ഗ്രില്ലാക്കുന്ന ഒരു ജോലിയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്രില്ലിലേക്ക് പോകാം. അപ്പോൾ ഇവർ ഓൾറെഡി ചിക്കൻ എല്ലാം അരിഞ്ഞ് എല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാം. വേറെ എന്താ പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്തേക്കാണ്? ഗ്രില്ലിനൊപ്പം എന്താ വൈകിട്ടത്തെ പരിപാടി? ഇത് എന്തോടെ ഇരിക്കുന്ന നോക്കി ഒളിച്ചിരിക്കുന്ന ക്ഷീണിച്ച് വരുന്നത്. നമ്മുടെ പാത്തമ്മക്ക് എന്തൊക്കെ പറയാനുണ്ട്? പാത്തമ്മ ചപ്പാത്തി പിന്നെ നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളോട് അറേഞ്ച് ചെയ്ത്, അതായത് ഇന്നലെ നമ്മുടെ ജോബി ഇവിടുന്ന് കൊല്ലം വരെ പോയി, കടപ്പുറത്ത് എവിടെയോ പോയിരുന്ന് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം ആവശ്യപ്പെട്ട പ്രകാരം അവൻ പോയതാ. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം തിരമാലയൊക്കെ കൂടുതലായിരുന്നു. പക്ഷെ മീൻ കിട്ടിയവന് വലിയൊരു മീനും ഒരു 3 മീന്. അതിപ്പോ ഇതിന്റെ കൂടെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മളൊന്ന് കാണിച്ച് അവിടെ നിന്ന് കാണിച്ച് ആ ലൈറ്റ് ഇട്ട് കാണിച്ച് അവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് ആ വലിയ മീൻ പൂച്ചയും കൊണ്ടുപോയി. ബാക്കി ആ ചെറിയ മീൻ 3 ഒന്ന് കാണിച്ചു കൊടുത്ത പാത്തിമ. അതുകൊണ്ട് മീൻ അങ്ങ് ഉപേക്ഷിച്ച്. അപ്പൊ ആ നിരാശയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്മിത ആ ഭർത്താവ് പിടിച്ച മീൻ ഞാൻ ബാക്കി കൊണ്ടുവന്ന് അവ അതുവഴി അങ്ങ് വിഷമിച്ച് പോയിരിക്കുക. കാര്യം അല്ലെങ്കിൽ ആ മീനും കൂടെ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഗ്രില്ലാക്കണമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ഗ്രില്ല് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് വിശദീകരിക്കുന്നൊക്കെ പറഞ്ഞിരുന്നതാ പാത്തുമ്മ. ഇപ്പൊ അതാകെ നിരാശ. ആക്ച്വൽ സൂപ്പർ ആയിട്ടുണ്ട്. റെഡിയാക്കേണ്ട കാര്യം ഒപ്പൻ എനിക്ക് തോന്നുന്നു കൊതി കൂറിയിട്ട് തോണ്ട ചൂടാടാ കൈ രണ്ടുപേരും ഇവിടെ കടവിൽ വെട്ടക്കുറവുണ്ട്. അങ്ങനെ നമ്മളെ ജനറേറ്റർ ഒക്കെ എടുത്ത് വെച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് അവിടെ കട്ടയൊക്കെ അടുക്കി ഇതിന്റെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം എല്ലാം ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രില്ലിനുള്ള അവസാനത്തെ പീസിലെത്തി. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാൻ വേറെ എന്നുള്ള ചപ്പാത്തി, കുബൂസ്, സലാഡ്, ഗ്രീൻ സലാഡ് അല്ലേ? അപ്പം നമുക്ക് ഇതെല്ലാം റെഡിയായി. ഇനിയിപ്പം നമ്മുടെ ജോബി ചിക്കൻ സോസേജ് മേടിക്കാൻ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ സോസേജ് മേടിക്കാൻ പറഞ്ഞു വിട്ടതാ. അപ്പം സോസും മേടിച്ചോണ്ടിച്ച് പോരുത്, അവത്തെ പറ്റി അങ്ങനെ ഞങ്ങൾ പറയാതെ തന്നെ പോയിരിക്കും അടുത്ത മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഒരുപാട് ലേറ്റ് ആയി കേട്ടോ. എല്ലാവരും ഞാനത് പുരട്ടിയൊക്കെ വെച്ചിട്ട് വന്ന് പിന്നെ എല്ലാവരും കുളിക്കാനൊക്കെ പോയി റെഡി ആയിട്ട് വന്നു. ഇപ്പം എന്താണ്ട് സമയം രാത്രി 9:30 കഴിഞ്ഞ് അടുപ്പ് കൂട്ടുവാണ്. അടുപ്പിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അതിന് കത്തിക്കാനുള്ള ചിരട്ട, മറ്റു കാര്യങ്ങൾ, ഗ്രില്ലിൻ്റെ ഇത്. അപ്പം ഇന്നിവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന്, സാധനങ്ങളെന്ന് പറയുമ്പം ഇത് സോസേജ് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് സലാഡ്, ഗ്രീൻ സലാഡ് എല്ലാം റെഡിയാണ്. ഇത് പിന്നെ വെളിച്ചെണ്ണയാണ് ഗ്രില്ലിൽ അതിൽ പുരട്ടാനുള്ളത്. ഇത് മയോണീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ സലാഡ് ഐറ്റം ക്യാരറ്റ്, കുക്കുംബറാണ്. അത് ക്യാരറ്റ് അല്ലേ? ഓക്കെ. ഇതെന്ത് നമ്മളെ ചിക്കൻ മസാല വരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ. കുബൂസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, സോസ്, മറ്റു കാര്യങ്ങൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടി പോച്ചയൊക്കെ പറിച്ചോണ്ട് വന്നിട്ടേക്കുന്നു. പോച്ചയൊക്കെ എടുത്തോണ്ട് കത്തിക്കാൻ വേണ്ടി പോച്ചയാ? എനിക്കല്ല, അവനാ വെച്ചതവനാ. ഞാൻ കണ്ണു അല്ല, ഞാനിപ്പോ ആലോചിക്കുക, ഓരോരുത്തരോരോ വ്ളോഗ് ചെയ്യുമ്പോഴത്തേനെ പടപടാന്ന് പറിച്ച് കത്തിയെല്ലാം കാണിക്കുന്നതാണ്. ഇവിടെ കിടന്ന് കട്ടപ്പടവും കത്തുന്നുമില്ല. അത് ഒരു തീയ ഒരു കാണിക്കും, പിന്നെ കത്തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉള്ള മുടി തീ ഏകദേശമൊക്കെ ആളി കത്തി, ചിരട്ടയെ കത്തുന്നുള്ളു. കനലൊക്കെ കത്തി തിരഞ്ഞെടുക്കുമ്പോഴേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. നോക്കിയ ഇതിപ്പോ യഥാർത്ഥത്തിൽ നമ്മള് വ്ളോഗ് ചെയ്യാനെന്നും പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ അഭയാർത്ഥികളെല്ലാം കൂടെ കിടക്കുന്നതാണ് കായ്പ. പുതപ്പ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക. തണുപ്പ് ഭയങ്കര അധികം തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നില്ലേ? മഞ്ഞ് വീഴുന്നുണ്ടോ? മഞ്ഞ് വീടുമ്പോഴേ ക്യാമ്പ് ഫയർ കൂടാൻ പോളൊന്നുമില്ല. എവിടെ കുതിര കണ്ടത്? അവള് കുതിരയും കാട് വീശി. പണ്ട് ഇങ്ങനെ പാതിരാത്രിക്ക് 11 മണിക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ആണ്ടെ നമ്മളെ ഋതുക്കുട്ട ഇപ്പൊ എണ്ണിച്ച് ചാടി എണ്ണിച്ച് ആണ്ടിരുന്ന് കുക്കുംബർ കഴിക്കുക. ഹായ് പറ. സൂപ്പർ. ഹലോ. പാത്തമ്മ കൂടെ എന്തോന്നായി രഹസ്യം പറയുന്നത്? ഇവിടെ കത്തിച്ചിട്ട് ഗ്രില്ല് ഉണ്ടാകും. മാച്ചിങ് അപ്പം നമ്മുടെ കനലെല്ലാം ജോബിന്റെ ആയേഷോടെ ചേർന്ന് അത് നല്ല അടിപൊളിയായിട്ടെല്ലാം കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ഇനി നമുക്ക് സംഭവം ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം നോക്കാം കേട്ടോ. അവർ റെഡി ആയിട്ട് നിൽക്കുക. അതുമേ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വാ എണ്ണിച്ച്. എത്ര മാക്സിമം പീസ് കയറ്റാവുന്ന അത്രയും കയറ്റി കേട്ടോ. അതില് ഒതുക്കി വെക്ക് കുറച്ചുകൂടെ. ആ ഗ്യാപ്പ് കളയണ്ട. അല്ല കുഴപ്പമില്ല, ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നടുക്കായിട്ട് ഇട്. അത് മതിയാവും. അല്ല, ഇനി ഒരു സ്വല്പം എണ്ണ അതിനകത്ത് ഇങ്ങനെ തടവി വിടും. ജസ്റ്റ് ഒന്ന് മുരിച്ചിട്ട് മതി അല്ലേ? അങ്ങനെ ഫസ്റ്റ് ഗ്രില്ല് കയറിയപ്പോ 10:44 നല്ല സമയം കളിക്കാൻ പറ്റിയ തിരിച്ചു വെച്ചാ രണ്ട് സൈഡ് തന്നെ വെച്ചാ അഭിരാമി അതിനകത്ത് കണ്ണെടുക്കുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ വിശപ്പ് ഒരേ വയറ്. കുബൂസ് ഉണ്ടോ? എല്ലാരും കൂടെ ഉള്ളത് ടേസ്റ്റ് ചെയ്യാമേ.
ഇത് കുട്ടനോട് ഇത് കുട്ടന് മയോണിസ് ഒഴിച്ചു കൊടുക്ക്. മറ്റേ ഇത് വെക്കണ്ട. ആ മേളത്തെ ഇതങ്ങ് മസാല അങ്ങ് എടുത്ത് മാറ്റും. കാര്യം ഇച്ചിരി എരി കാര്യം കൂട്ടിയായിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ സോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ചെയ്യും. ഇഞ്ചുവാടാ എങ്ങനെയുണ്ട് രഞ്ജു? ശരിക്കും സൂപ്പറാണോ? നിങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യും, ഞാൻ ടേസ്റ്റ് ചെയ്യും. ഞാൻ അപ്പോഴത്തേക്ക് അഭിരാമിയെ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയും ശരിക്കും ആത്മാർത്ഥമായിട്ട് കേട്ടോ. കൊള്ളത്തിലെന്ന് തന്നെ പറയണം. ഇതാ കഴിച്ചോ. ആ സലാഡൊക്കെ എടുത്തിട്ട് കഴിക്കും. അടിപൊളി ചേച്ചി, വേറെ ലെവൽ. ഏതാ എല്ലാരും വ്ളോഗ് കണ്ടിട്ട് പറയുവാന്നാ? അല്ലല്ല, അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പാപ്പ? എരി ഇച്ചിരി കൂടുതലുണ്ടെന്നാണ് അല്ലേ? അതിന് സോസും കാര്യങ്ങളും ഉപയോഗിക്കും, കുഴപ്പമില്ല. ഞാൻ റോച്ചാറി തരാം. എരിയുടെ അത് അതാ ടോപ്പിലെ മസാലക്കകത്ത് മാത്രമേ ഉള്ളൂ. ആ രണ്ട് സൈഡ് എണ്ണ തേച്ചായിരുന്നു അതിന്. അതുകൂടെ നോക്കണേ, അത് കറക്റ്റ് ആയിട്ട് നോക്കണേ. അത് ഞാൻ ശരിക്കും ഒന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാനത് പറഞ്ഞത് മോശമായി, പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പോവല്ലേ? പക്ഷെ ഒരു അല്ലാതെ കോമൺ ആയിട്ട് അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എരി കൂടുതലുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മയോണൈസ് ഇതെല്ലാം കൂടെ ചെയ്യുന്ന കറക്റ്റ് പരുവ അല്ലേ? അറിയാമോ? ഇതറിയാവോ? ശരി, മറ്റേ എരിയില്ലാത്ത മറ്റേ സലാഡ് കഴിക്കുന്നു. ലജിമോളും കഴിക്കണം. ലജിമോളെ അത് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കും. ഇച്ചിരി കുബൂസും ചിക്കനും ആ സലാഡും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മയോണൈസുമായിട്ടൊന്ന് കഴിച്ചു നോക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ, കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ. ആ സലാഡ് വെക്ക് ഇച്ചിരി. തിരിക്കണം. സെക്രട്ടറി അഭിപ്രായം പറയട്ടെ. ഇതിപ്പോ നേരത്തെ പറയാൻ സൂപ്പർ. എന്തുവാ? അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, സൂപ്പർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് രാത്രി ഒരുപാട് ലേറ്റായി. ഞാൻ വന്നൊന്ന് കുളിച്ചു. എല്ലാവരും അത്യാവശ്യമൊക്കെ പിരിഞ്ഞു പോയി. കുറേ പേര് ഹാളിൽ ഇരിപ്പുണ്ട് അവർ പോകാനായിട്ട്. അപ്പം ഞങ്ങളിന്ന് ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.